ഇത് ആസ്ട്രിയൻ രാജ്യത്തിൻ്റെ വാട്ടൻസ് എന്ന അതിസൗന്ദര്യമുള്ള നഗരമാകുന്നു. ജർമ്മൻ ചാൻസലറായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ ജന്മനാടാണ് ഓസ്ട്രിയ. ഈ രാജ്യം സ്വിറ്റ്സർലാൻഡ് പോലെ തന്നെ അതിസുന്ദരമാണ്. അനേകം കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന പുൽമേടുകളും അതിൽ മേഞ്ഞു നടക്കുന്ന പശുക്കളുടെ കൂട്ടങ്ങളും നദികളും ഈ രാജ്യത്തെ അതിസുന്ദരമാക്കി തീർക്കുന്നു. വാട്ടൻസ് നഗരം സെറോസ്കി എന്ന ആർട്ടിഫിഷ്യൽ ഡയമണ്ട് ആഭരണങ്ങളുടെ നിർമ്മാണ കേന്ദ്രമാണ്. 609 യൂറോ നൽകി ഞാനും ഒരു നെക്ലേസും കമ്മലും വാങ്ങി. അതായത് ഇന്ത്യൻ രൂപ 70,000. ഇതിൽ 65 യൂറോ അതായത് 7,200 രൂപ നമ്മൾ യൂറോപ്പിൽ വിടുമ്പോൾ എയർപോർട്ടിൽ നിന്നും ടാക്സ് റീഫണ്ട് വാങ്ങാവുന്നതാണ്. ഇത് എനിക്ക് ഇറ്റലിയിലെ മിലൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു കൈപ്പറ്റി. ആസ്ട്രിയ യൂറോപ്യൻ യൂണിയനിൽ അംഗമാണ്. ഷെങ്കൺ വിസയിൽ ആസ്ട്രിയ സന്ദർശിക്കാവുന്നതാണ്. ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിരന്തരം തമ്മിലടിച്ച് കൊന്നും കൊലവിളിച്ചും നടന്നിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് ഒരു വീട് പോലെ ഒന്നിച്ച് ജീവിക്കുന്നു. എവിടെയും മിലിറ്ററി വാഹനങ്ങൾ കാണാനേയില്ല. അതിർത്തിയിൽ ഒരു ചെറിയ ബോർഡ് ഒഴികെ മറ്റു പരിശോധനകൾ പോലും ഇല്ല. മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു പട്ടാളക്കാരനെ പോലും കാണാൻ കഴിയില്ല. യൂറോപ്പ് മനുഷ്യവാസത്തിന് അനുകൂലമായ ഭൂപ്രദേശമാണ്. പശുക്കളും മനുഷ്യരും ഇവിടെ ഇടകലർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു. സിംഹങ്ങളോ പുലികളോ അതുപോലെയുള്ള വന്യമൃഗങ്ങൾ ഒന്നും തന്നെയും യൂറോപ്പിൽ ഇല്ല. യൂറോപ്പിൻ്റെ കാലാവസ്ഥ അങ്ങനെയാണ്. ഗൾഫ് സ്ട്രീം എന്ന ഉഷ്ണകടൽ തരംഗം, ചൂടുള്ള നീരാവി യൂറോപ്പിന് മുകളിൽ എമ്പാടും എപ്പോഴും വീശുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ യൂറോപ്പും ഇംഗ്ലണ്ടും തണുത്തുറഞ്ഞ് ഐസ് മൂടിക്കിടക്കുമായിരുന്നു. ഇപ്പോൾ 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പകലാണ് ഈ മെയ് മാസത്തിൽ കാണാൻ സാധിക്കുക. ഇവിടെ രാത്രി 8:30 വരെ നല്ല വെളിച്ചമാണ്. വടക്കൻ യൂറോപ്പിലെ ജനങ്ങൾ പൊതുവെ സത്യസന്ധരാണ്. ഉദാഹരണത്തിന് ലിച്ചൻസ്റ്റൈൻ എന്ന രാജ്യം കടന്നാണ് ഞാൻ ആസ്ട്രിയയിൽ എത്തിയത്. ലിച്ചൻസ്റ്റൈൻ എന്ന രാജ്യത്തിന് 10 വർഷത്തിന് മുമ്പ് മാത്രമാണ് ഒരു മോഷണ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്പിലെ ജനങ്ങൾ കലയിൽ വളരെയധികം താല്പര്യമുള്ളവരാണ്. റോഡ് സൈഡിൽ എമ്പാടും കലാസാഹിത്യ സൃഷ്ടികൾ കാണാൻ കഴിയുന്നതാണ്.